കഴിഞ്ഞ 4 വെള്ളിയാഴ്ചകളിലായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഖിയാമത്ത് നാളിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്ന ഹദീസുകളെ ഇന്ന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുമായി കേവല താല്പര്യങ്ങൾക്കും അറിവില്ലായ്മയുടെയും പേരിൽ ഉപയോഗിക്കുന്നതിന്റെ ഗൗരവത്തെയും അപകടത്തെയും കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ആഴ്ചകളിൽ നമ്മളുടെ നാടുകളിൽ നിന്ന്, നമ്മളുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ഹാജിമാർ ഹജ്ജിന് വേണ്ടി പോകുന്ന സമയമാണ്. നമുക്ക് അതുകൊണ്ട് ഈ ആഴ്ചയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് ഖിയാമത്ത് നാളിന്റെ അടയാളമായ ഹദീസുകളെ അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞ യുദ്ധങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിന്റെ ബാക്കി ഭാഗം നമുക്ക് പറയാം. അല്ലാഹു തആല ഒരു മനുഷ്യന് ഇസ്ലാം കഴിഞ്ഞാൽ, ഈമാനും ഇസ്ലാമും ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഔദാര്യമായി ലഭിച്ചതിന് ശേഷം അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ അവസരവും ഏറ്റവും വലിയ സമ്മാനവും ഔദാര്യവും ഹജ്ജിന് വേണ്ടി പുറപ്പെടുവാൻ, ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു ഒരു മുസ്ലിമിന് നൽകുന്ന ഭാഗ്യമാണ്. ഹജ്ജിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മളുടെ നാടുകളിലൊക്കെ കഴിഞ്ഞ 1 മാസമായി നിരന്തരമായി ഓരോ സംഘടനകളുടെ, ഓരോ വിഭാഗങ്ങളുടെ ഹജ്ജ് ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ക്ലാസ് എടുത്തെടുത്ത് 10-30 ക്ലാസ് കേട്ട് ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഹാജിമാരെ മറന്നു പോകുന്ന രീതിയിൽ ക്ലാസുകളുടെ ബഹളം നമ്മുടെ നാടുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കതിന്റെ നിയമങ്ങളെ കുറിച്ചൊക്കെ അറിയാം. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ നാടുകളിൽ നിന്ന് ചില ആളുകൾ ഹജ്ജിന് വേണ്ടി പോകുന്നുണ്ട്. അവരെ നമ്മൾ യാത്രയാക്കുന്നുണ്ട്. യാത്രയാക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സന്ദർഭത്തിൽ നമ്മളുടെ മാനസികാവസ്ഥ എന്തായിരിക്കണം? ഹജ്ജിന് വേണ്ടി യാത്രയാകുന്ന ഹാജി എങ്ങനെ ഹജ്ജിന് വേണ്ടി പുറപ്പെടണം? അവന്റെ മാനസികാവസ്ഥ എന്തായിരിക്കണം? ഇതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷക്കാലം ഹജ്ജ് നിലനിൽക്കെ തന്നെ മക്കയിലും മദീനയിലും അള്ളാഹുവിന്റെ പ്രവാചകനായിട്ട് ജീവിച്ചു. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കയുടെ പൂർണ്ണ അധികാരം ഹിജ്റയുടെ 7-ാം വർഷം നൽകി. മക്ക കീഴ്പ്പെട്ടു. മക്കയുടെ അധികാരിയും ഭരണാധികാരിയും കഅബയുടെ നിയന്ത്രണവും നബിതങ്ങളുടെ കയ്യിലേക്ക് വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി. പക്ഷെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ജീവിതത്തിൽ ഒരേ ഒരു ഹജ്ജ് മാത്രമാണ് ചെയ്യിപ്പിച്ചത്. ആ ഹജ്ജ് തങ്ങൾ മരണപ്പെടുന്നതിന് കേവലം മാസങ്ങൾക്ക് മുമ്പാണ് ചെയ്യിപ്പിച്ചത്. അല്ലാഹു തആല ഇതിലൂടെ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ, ഈമാനിന്റെ, അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിന്റെ, ഈ ലോകത്ത് ആരാധന നിർവഹിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല നൽകിയ ജീവിതത്തിന്റെ സമ്പൂർണത അല്ലാഹു തആല വെച്ചിരിക്കുന്നത് പരിശുദ്ധമായ ഹജ്ജിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ദീനിന്റെ, ഇസ്ലാമിന്റെ ഏറ്റവും സമ്പൂർണമായ അവസ്ഥയിലേക്ക് തങ്ങളെ കൊണ്ടുപോയി തങ്ങളുടെ വഫാത്തിന് മാസങ്ങൾക്ക് മുമ്പ് ഹജ്ജ് ചെയ്യിപ്പിച്ചിട്ടാണ് അല്ലാഹു തആല നബികളെ ഈ ലോകത്ത് നിന്ന് വഫാത്താക്കിയത്. ഹജ്ജിന് പോകാൻ അല്ലാഹു നമുക്ക് അവസരം നൽകുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ പ്രത്യേകമായ തിരഞ്ഞെടുക്കലാണ്. നമുക്ക് നിർബന്ധമാകുന്ന സാഹചര്യമുണ്ട്. നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും ചെലവുകളും കഴിഞ്ഞ് ഹജ്ജിന് വേണ്ടി പോയി തിരിച്ച് മടങ്ങി നമ്മൾ നാട്ടിൽ എത്തുന്നത് വരെ നമ്മളുടെ കുടുംബക്കാർക്കും നമ്മളുടെ ചെലവിന്റെ കീഴിൽ കഴിയുന്ന, ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് ജീവിക്കാനുള്ള വക ഉണ്ടായിരിക്കുകയും അത് കഴിഞ്ഞ് മിച്ചമിരിക്കുന്ന തുക ഹജ്ജിന് പോകാൻ മതിയായതാവുകയും ചെയ്താൽ, യാത്ര ചെയ്ത് ഹജ്ജ് ചെയ്തിട്ട് വരാനുള്ള ആരോഗ്യ നിലയും ഉണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഹജ്ജ് നിർബന്ധമാണ്. നിർബന്ധമാണ് എന്ന് മാത്രമല്ല, സഹാബാക്കളുടെ കാലത്ത്
സഹാബാക്കളുടെ കാലവും കഴിഞ്ഞിട്ടുള്ള ഇസ്ലാമിന്റെ ആദ്യത്തെ നൂറ്റാണ്ടുകളിൽ ഒരു മനുഷ്യൻ അവന് ആരോഗ്യവും സമ്പത്തും ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ മുൻഗാമികളായ ആളുകൾ അവരെ മുസ്ലിമായിട്ട് പരിഗണിച്ചിരുന്നില്ല. അടുത്ത ബന്ധുവാണെങ്കിൽ പോലും, അടുത്ത കൂട്ടുകാരനാണെങ്കിൽ പോലും ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടായിരിക്കെ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാതെയാണ് മരണപ്പെട്ടതെങ്കിൽ അവരുടെ മയ്യത്ത് നമസ്കാരത്തിന് പങ്കെടുക്കാതിരുന്ന സഹാബാക്കൾ ഉണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. കാരണം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഹജ്ജ് ചെയ്യാൻ നമ്മളോട് കൽപ്പിച്ചതിന് ശേഷം പറഞ്ഞു, സാധാരണ ഇബാദത്തുകളൊക്കെ പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ ഇന്ന ശിക്ഷ എന്നാണ് പറയുന്നത്. ഹജ്ജ് പറഞ്ഞിട്ട് പറഞ്ഞു വമൻ കഫറ, ആരെങ്കിലും കാഫിറായാൽ ഹജ്ജ് ചെയ്യാതെ അള്ളാഹുവിന്റെ വിളിയെ, അള്ളാഹു നൽകുന്ന അനുഗ്രഹത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് പ്രശ്നമൊന്നുമില്ല എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നു. അവിടെ ഉപയോഗിക്കുന്ന പദം കാഫിർ എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആർക്കെങ്കിലും ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കെ ഹജ്ജ് ചെയ്യാതെ ജീവിച്ചു മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ മരണം മുസ്ലിമിന്റെ മരണം പോലെയല്ലായിരിക്കുമെന്ന് കടുപ്പത്തിൽ താക്കീത് നിബിധങ്ങൾ ചെയ്തതുകൊണ്ട് സഹാബാക്കൾ ഹജ്ജ് ചെയ്യാതെ മരണപ്പെടുന്ന ആളുകളെ മുസ്ലിമായിട്ട് പോലും പരിഗണിക്കില്ലായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹജ്ജ് നിർബന്ധമായവർ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. ആദ്യമായി നമ്മൾ അതിനുവേണ്ടി തയ്യാറാകണം, അതിനുവേണ്ടി മാനസികമായി തയ്യാറാകണം, നമ്മളുടെ മനസ്സിൽ ആഗ്രഹം വരണം, അതിനുവേണ്ടിയുള്ള പണികൾ ചെയ്യണം. പഴയ കാലത്തൊക്കെ കുറച്ച് കാലം മുമ്പ്, കഴിഞ്ഞ തലമുറയിലെ ഒക്കെ ആളുകളെ നമ്മളൊന്ന് നോക്കിയാൽ അവരെന്തെങ്കിലും കച്ചവടം, ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ടാർഗറ്റായിട്ട് അവർ വെച്ചിരുന്നത്, ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് വെച്ചിരുന്നത്, ഈ ബിസിനസ്സിലൂടെ വളർന്ന് കാശുണ്ടാക്കി എനിക്ക് ഹജ്ജ് ചെയ്യണം. ആയിരക്കണക്കിന് മനുഷ്യർ നമ്മളുടെ നാടുകളിലെ പള്ളികളിലെ ഖബർസ്ഥാനിലെ അന്തിയുറങ്ങുന്നുണ്ട്. ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം, എന്റെ ജീവിതത്തിൽ പട്ടിണി കിടന്നിട്ടാണെങ്കിലും അരപ്പട്ടിണി കിടന്നിട്ടാണെങ്കിലും കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ഉറുമ്പ് കൂട് കൂട്ടുന്നത് പോലെ എനിക്ക് കിട്ടിയത് മിച്ചം വെച്ചതൊക്കെ കൂട്ടി കൂട്ടി വെച്ച് ഏതെങ്കിലും ഒരു കാലത്ത് എന്റെ റബ്ബിന്റെ ഭവനത്തിലേക്ക് അവന്റെ വിളിക്ക് ഉത്തരം നൽകി അതിഥിയായി പോകണമെന്ന ആഗ്രഹവുമായി ജീവിച്ച നൂറുകണക്കിന് മനുഷ്യർ നമ്മളുടെയൊക്കെ നാടുകളിലെ പള്ളികളിലെ ഖബർസ്ഥാനിൽ കിടപ്പുണ്ട്. അവര് കച്ചവടം തുടങ്ങുമ്പോ അവരുടെ ചിന്ത, ലക്ഷ്യം, ഈ കച്ചവടത്തിന്റെ പിന്നിലുള്ള എന്റെ അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് പോകാനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കുണ്ടാകണം. നമ്മൾ ഇന്ന് കച്ചവടമല്ല, അതിനേക്കാൾ ചെറുത് ജോലിക്ക് കയറിയാലും അല്ലെങ്കിൽ വലിയ ബിസിനസ് തുടങ്ങിയാലും, കോടികൾ നമ്മളുടെ ബാങ്ക് ബാലൻസ് ആയിട്ട് വരുന്ന ബിസിനസ്സുകൾ തുടങ്ങിയാലും, മിച്ചമൊന്നും പിടിക്കാൻ പറ്റാത്ത ജീവിത സാഹചര്യത്തിലാണെങ്കിലും നമ്മളുടെയൊക്കെ ലക്ഷ്യം ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ വീടിന്റെ രണ്ടാമത്തെ നില ഒന്നുകൂടെ മുകളിലേക്ക് കെട്ടണം, മകളെ കെട്ടിക്കണം, വണ്ടി എടുക്കണം, ഇന്ന സ്ഥലത്ത് ഇത്ര സെന്റ് സ്ഥലം വാങ്ങണം. ഇതാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം, ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് മാറിയത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സഹാബാക്കളുടെ ശിഷ്യന്മാർ, താബിഈങ്ങളായ മഹാന്മാരെ, അവരുടെ ചരിത്രം കാണാൻ സാധിക്കും. അവരുടെ കാലങ്ങളിലൊക്കെ അവര് ഹജ്ജിന് പോകാൻ ജീവിതത്തിൽ വല്ലാതെ കൊതിക്കുമായിരുന്നു. പക്ഷേ സാധിക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. ഏതെങ്കിലും നാടുകളിൽ നിന്ന് ഹാജിമാർ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നു എന്നറിയുമ്പോൾ അവരെങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് ആ സ്ഥലത്തേക്ക് വരികയും ഹാജിമാരുടെ കയ്യിൽ പിടിച്ചിട്ട് കുറെ നേരം പൊട്ടിക്കരയുമായിരുന്നു. പൊട്ടിക്കരഞ്ഞിട്ട് പറയും, ഹാദാ ഹാലുമൻ ഹുരിമൽ ഉസൂലു ഇലാ ബൈത്തില്ലാഹ്. നിങ്ങൾക്കറിയുമോ, നിങ്ങൾ ഈ പോകുന്ന എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് അവന്റെ അതിഥിയായിട്ടാണ് നിങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമുണ്ട്, അള്ളാഹുവിന്റെ ഭൂമിയിലെ ആദ്യത്തെ ഭവനം നിലനിൽക്കുന്ന നാട് കാണണമെന്ന്. അള്ളാഹുവിന്റെ മുഴുവൻ പ്രവാചകന്മാരുടെയും പാദസ്പർശമേറ്റ മണ്ണിലൂടെ ചവിട്ടി നടക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ മനുഷ്യരാശിക്ക് മുഴുവൻ ഈമാനും ആഖിറവും അല്ലാഹു തആല പഠിപ്പിച്ച പാഠങ്ങളുടെ ഓർമ്മകൾ ഉണങ്ങുന്ന, ഓർമ്മകൾ നിലനിൽക്കുന്ന, തളം കെട്ടിക്കിടക്കുന്ന ആ മണ്ണിലേക്ക് വരണമെന്ന് ഞങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമുണ്ട്.
മഹദിയായ ഹാജറ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പനയുടെ പേരിൽ മാത്രം തന്റെ കുഞ്ഞിന്റെ പട്ടിണിയും തന്റെ ദുരിതവും തന്റെ ബുദ്ധിമുട്ടും സഹിക്കാൻ തയ്യാറായി അള്ളാഹുവിന്റെ സകലമാന പരീക്ഷണങ്ങളെയും അതിജയിച്ച് ഒരു കുടുംബം മുഴുവൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി ലോകത്തിന്റെ മാതൃകയായി തീർന്ന ആ മണ്ണിലേക്ക് വരണമെന്ന് ഞങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങളുടെ പട്ടിണി, ഞങ്ങളുടെ ദാരിദ്ര്യം, ഞങ്ങളുടെ നിവർത്തികേട്, ഞങ്ങളുടെ ഇല്ലായ്മ, ഞങ്ങളുടെ രോഗം, ഞങ്ങളുടെ അനാരോഗ്യം, ഇതൊന്നും ഞങ്ങളെ നിങ്ങളോടൊപ്പം ഹജ്ജിന് വേണ്ടി പുറപ്പെടാൻ അനുവദിക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് കരയുന്നത് എന്തിനാണെന്ന് അറിയുമോ? ഈ സമയത്ത് അള്ളാഹുവിന്റെ വീട്ടിലേക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആളുകൾ പുറപ്പെട്ടു പോകുമ്പോൾ അവരോടൊപ്പം ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല. അതുപോലെ നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക്, അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം കൊണ്ട് എത്തിപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കരയുന്നത്. ഈ കണ്ണീര് കണ്ട് അള്ളാഹുവിന് കരുണ തോന്നി അള്ളാഹു താല ഞങ്ങളുടെ മരണത്തെ സ്വീകരിക്കാൻ കബൂലാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കരയുന്നത് എന്ന് പറയുമായിരുന്നു എന്ന് ചരിത്രത്തിന്റെ കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഹജ്ജിന് വേണ്ടി പുറപ്പെടുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണെങ്കിൽ, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തയ്യാറാകൽ നിർബന്ധ ബാധ്യതയാണ്. ഇനി നമ്മൾ തയ്യാറായാലും അള്ളാഹു താല തെരഞ്ഞെടുത്ത് അള്ളാഹുവിന്റെ തീരുമാനം അതൊന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ സാധിക്കൂ. അള്ളാഹു താല ഹജ്ജിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാജിമാരെ കുറിച്ച് പറഞ്ഞു, അൽ ഹജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്. ഹാജിമാർ, ഉംറ ചെയ്യുന്ന ആളുകൾ, ഇവര് പരിശുദ്ധമായ മക്കയിലേക്ക് നാടുകളിൽ നിന്ന് പോകുന്നത് അള്ളാഹുവിന്റെ അതിഥികളായി, അള്ളാഹുവിനാൽ ക്ഷണിക്കപ്പെട്ട നിങ്ങളുടെ നാടുകളിൽ നിന്നുള്ള നിവേദന സംഘമായിട്ടാണ് നിങ്ങളുടെ നാടുകളിൽ നിന്ന് ഹാജിമാര് പുറപ്പെടുന്നത്. നിങ്ങളുടെ നാടുകളിൽ നിന്ന് ഹാജിമാര് പുറപ്പെടുന്നത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് നിങ്ങളുടെ നാടിന്റെ പ്രതിനിധിയായിട്ടാണ് പോകുന്നത്. നിങ്ങളുടെ നാടിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ. ഇന്നും ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പരപ്പുകൾ നമ്മൾ കാണുന്നത് ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ ഡിപ്ലോമാറ്റിക് ചർച്ചകൾ നടക്കുന്ന സന്ദർഭത്തിലാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ലോകത്തെ എല്ലാ മീഡിയകളും പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലായിരുന്നു. അവിടെ ഇറാനിന്റെ സ്പീക്കറിന്റെയും പാർലമെന്റ് സ്പീക്കറിന്റെയും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെയും നേതൃത്വത്തിൽ ലോകത്ത് ഇന്ന് ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി, ആ പ്രതിസന്ധി രണ്ട് ആളുകളും അവരുടെ ഭാഗങ്ങൾ പറഞ്ഞ് രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നയതന്ത്ര ചർച്ചയ്ക്ക് വേണ്ടി അവിടെ കുറെ ഡിപ്ലോമാറ്റുകൾ ഒരുമിച്ച് കൂടി. ലോകത്ത് എല്ലാ ചാനലുകളും അങ്ങോട്ട് ക്യാമറയും നട്ട് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചർച്ച ലൈവായിട്ട് വിടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായിരുന്നു. ലോകത്ത് നടക്കുന്ന ഡിപ്ലോമാറ്റിക് ചർച്ചകളിലാണ് ഇന്നും ലോകത്തിന്റെ ശ്രദ്ധ. കാരണം അവിടെയാണ് ലോകത്തിന്റെ തന്നെ ഗതിമാറുന്ന തീരുമാനങ്ങൾ അവിടെ നിന്നാണ് പിറകൊള്ളുന്നത്, അവിടെ നിന്നാണ് വരുന്നത്. എന്റെയും നിങ്ങളുടെയും ജനനത്തിനും ജീവിതത്തിനും ജീവിതത്തിന്റെ സകലമായ സാഹചര്യങ്ങളെയും നിയന്ത്രിക്കുന്നവനായ അള്ളാഹു, എന്റെയും നിങ്ങളുടെയും ആയുസ്സും ആരോഗ്യവും തീരുമാനിക്കുന്ന അള്ളാഹു, എന്റെയും നിങ്ങളുടെയും ആഹാരവും റിസ്കും തീരുമാനിക്കുന്ന അള്ളാഹു, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ലാഭനഷ്ടങ്ങളെ നിശ്ചയിച്ചിരിക്കുന്ന അള്ളാഹു, ഞാനും നിങ്ങളും ഏതൊരു റബ്ബിലേക്കാണോ മരണപ്പെട്ട് തിരിച്ച് മടങ്ങി പോകുന്നത് അതേ അള്ളാഹു ഏതൊരു റബ്ബിന്റെ മുമ്പിലാണോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ കണക്ക് പുസ്തകങ്ങൾ തുറന്നു വെച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത് അതേ അള്ളാഹുവിന്റെ മുമ്പിലേക്കാണ് നമ്മളുടെ നാടുകളിൽ നിന്ന് നാടിന്റെ പ്രതിനിധിയായി ഹാജിമാരി പോകുന്നത്. അൽ ഹജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്. ആ പോക്കിൽ നിന്ന്, ആ സൃഷ്ടാവിൽ നിന്നായിരിക്കും നമ്മളുടെ ജീവിതത്തിന്റെ വലിയ തീരുമാനങ്ങൾ പിറകൊള്ളുന്നത്, വലിയ തീരുമാനങ്ങൾ ഊരിത്തിരിഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാവ് കൊണ്ട് വെറുതെ പറയുക മാത്രം ചെയ്യാതെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉംറ ചെയ്യുന്നതിന് വേണ്ടി യാത്രയ്ക്ക് അനുവാദം ചോദിക്കാൻ, യാത്ര പറയാൻ നബി തങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലാ തൻസന യാ ഉഖയ്യ ഫീ ദുആഇക്, ലാ തൻസന യാ ഉഖയ്യ ഫീ ദുആഇക്. ഉമറേ, നീ ഉംറയ്ക്ക് പരിശുദ്ധമായ കഅബയിലേക്ക്, മക്കയിലേക്കാണ് പോകുന്നത്.
അവിടെ ചെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്റെ കരങ്ങൾ ഉയർത്തി നീ പ്രാർത്ഥിക്കുമ്പോ ഈ സാധുവായ എന്നെ നീ മറന്നു പോകരുത്. ഈ സാധുവായ എന്റെ കാര്യം കൂടി നീ അള്ളാഹുവിന്റെ അടുക്കൽ പറയണമെന്ന് സാക്ഷാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വിടുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുനിയാവിലെ മുഴുവൻ സമ്പത്തും പകരം വെച്ചാലും അള്ളാഹുവിന്റെ റസൂൽ എന്നോട് തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ വാക്കിന് പകരമാവുകയില്ല. കാരണം അത് പറഞ്ഞത് അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നാളെ ആഖിറത്തിൽ ഉമർ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണയ്ക്ക് വന്നു നിൽക്കുമ്പോ ഉമറിന് അന്തസ്സായി ഈ വാക്ക് ഞാൻ കൊണ്ടുവെക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന രീതിയിൽ തങ്ങളുടെ നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന നിവേദക സംഘമായ പ്രതിനിധി സംഘമായ ഹാജിമാരുടെ അടുക്കൽ അവരുടെ ആവശ്യങ്ങൾ ഏൽപ്പിച്ചു വിടുന്ന പണി മുഹമ്മദ് നബി തന്നെ ചെയ്തു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കായത് കൊണ്ട് അത് അന്തസ്സായി തന്റെ കൂട്ടത്തിൽ കൊണ്ടു നടക്കുമെന്ന് പറഞ്ഞു. ഒരിക്കൽ നബിതങ്ങൾ ഒരു നാട്ടിലേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു. ആ ദൂതനെ ആ നാട്ടുകാരെ തെരുവിളിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹം അടികൊണ്ട് തിരിച്ച് നബിതങ്ങളുടെ അടുക്കൽ വരുമ്പോ തങ്ങൾ പറഞ്ഞു, നീ ഒമാനിലാണ് പോയിരുന്നതെങ്കിൽ ഒമാൻകാര് ഇങ്ങനൊന്നും ചെയ്യുമായിരുന്നില്ല. അവര് അടിക്കുകയോ മർദ്ദിക്കുകയോ പുറത്തു നിന്ന് വരുന്ന ഒരാളെ ഏറ്റവും മാന്യമായി സ്വീകരിക്കുന്ന ജനതയാണ് ഒമാൻകാര് എന്ന് നബിതങ്ങൾ ആ മനുഷ്യനോട് ഒമാൻകാരെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അവർക്ക് ഒമാൻ എന്ന നാടിനു വേണ്ടി തങ്ങൾ ദുആ ചെയ്തു. ഇന്ന് നമ്മള് ഒമാൻ എയർപോർട്ടിൽ ചെന്നിറങ്ങി കഴിഞ്ഞാൽ എമിഗ്രേഷന്റെ ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പോ ഈ ഹദീസ് വലിയ വാചകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. നബിതങ്ങൾ മരണപ്പെട്ട ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഒമാൻകാർക്ക് ഒരു കത്തെഴുതി. ആ കത്തിൽ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, കഫാകും ഖൗലു റസൂലില്ലാഹി ശറഫൻ ഇലാ യൗമിൽ മിആദ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സത്യസന്ധമായ വഹിയിന്റെ പിൻബലത്തിൽ സംസാരിക്കുന്ന നാവ് കൊണ്ട് നിങ്ങളെ കുറിച്ച് പറഞ്ഞ വാചകം ഖിയാമത്ത് വരെ അന്തസ്സിന് നിങ്ങൾക്ക് മതിയായതാണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചു. എങ്കിൽ ഉംറയ്ക്ക് പോകാൻ പോകുമ്പോ ഉമറെ അവിടെ ചെല്ലുമ്പോ ഈ മുഹമ്മദിനെ നീ മറക്കരുത്, എനിക്ക് വേണ്ടി നീ ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ അടുക്കലേക്ക് മദീനയിൽ നിന്ന് പോകുന്ന പ്രതിനിധി സംഘത്തിലെ അംഗമാണ് നീ എന്ന് പറഞ്ഞു വിട്ട ആ വാക്ക് എനിക്ക് ആഖിറത്തിലും ഷറഫായിരിക്കും, എനിക്ക് ആഖിറത്തിലും അന്തസ്സായിരിക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒരു നാട്ടിൽ നിന്ന് പോകുന്ന ഹാജി എന്നുള്ളത് ആ നാട്ടുകാരുടെ മുഴുവൻ കാര്യങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ, അവതരിപ്പിക്കാൻ. അമേരിക്കയിൽ നിന്ന് JD വാൻസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ തീരുമാനം ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചയിൽ പറഞ്ഞ് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ട്രംപ് അഡ്മിനിസ്ട്രേഷനെ തെരഞ്ഞെടുത്തിരിക്കുന്ന അമേരിക്കയിലെ 50 സ്റ്റേറ്റുകളിലെയും വോട്ടർമാരായ ഓരോ പൗരന്റെയും തീരുമാനമാണ് അവിടെ ഇന്ന് പ്രസിഡന്റ് കസേരയിൽ ഇരിക്കുന്ന ട്രംപും അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷനും. ആ അഡ്മിനിസ്ട്രേഷന്റെ തീരുമാനങ്ങൾ, അവരുടെ ആവലാതികൾ, അവരുടെ പരാതികൾ, അവരുടെ പ്രശ്നങ്ങൾ പറയാനാണ് JD വാൻസിന്റെ ഡിപ്ലോമാറ്റിക് സംഘങ്ങൾ ഇസ്ലാമാബാദിലേക്ക് പോയത്. എങ്കിൽ നമ്മളുടെ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ മുഖം കാണിച്ച് മുമ്പിൽ ചെന്ന് ആവലാതിയായി ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളുടെ നാട്ടിൽ നിന്ന് ഹാജിമാർ പോകുന്ന ഹാജിമാർ അവർ അള്ളാഹുവിന്റെ അതിഥികളാണ്. അള്ളാഹു ക്ഷണിച്ചിട്ടാണ് അവര് പോകുന്നത്. നമ്മളുടെ കുറെ കാശുണ്ട്, ആരോഗ്യമുണ്ട്, നമ്മൾ തീരുമാനിച്ചു, പക്ഷെ അള്ളാഹു തആല നമ്മളെ ക്ഷണിച്ചില്ല എങ്കിൽ, അതിഥിയായി അള്ളാഹു നമ്മളെ വിളിച്ചില്ല എങ്കിൽ നമുക്ക് പോകാൻ സാധിക്കുകയില്ല. അള്ളാഹു നമ്മളുടെ മനസ്സിന്റെ ആഗ്രഹത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സകല സാഹചര്യങ്ങളും എതിരായാലും അള്ളാഹു തആല അവന്റെ അതിഥിയായി അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളൊക്കെ കേട്ട ഒരു വാർത്ത ഉണ്ടായിരുന്നു. ലിബിയയില് ആമിർ എന്നോ മറ്റോ പേരുള്ള ആമിർ അൽ മഹദി എന്ന പേരുള്ള ഒരു ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടി എയർപോർട്ടിലേക്ക് വന്നു. അപ്പൊ പേരില് പാസ്പോർട്ടില് ഇനിഷ്യലുമായി ബന്ധപ്പെട്ട എന്തോ മിസ്റ്റേക്കിന്റെ പേരിൽ അദ്ദേഹത്തിന് ക്ലിയറൻസ് കിട്ടിയില്ല, എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് പോകാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ വന്ന മുഴുവൻ ഹാജിമാരും ഫ്ലൈറ്റിൽ കയറി. അദ്ദേഹം കയറേണ്ട ഫ്ലൈറ്റ് ആകാശത്തിലേക്ക് ഉയർന്നു പറക്കാൻ തുടങ്ങി. ആ സാധുവായ മനുഷ്യന് അവസരം കിട്ടിയില്ല.
ആ മനുഷ്യൻ ആ എയർപോർട്ടിൽ തന്നെ ഇരുന്നു. ഞാൻ പോകും, എന്റെ അള്ളാഹു എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ചെന്ന് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അള്ളാഹുവേ നിന്റെ വിളിക്ക് ഞാൻ ഇതാ ഹാജർ വെക്കാൻ നേരിട്ടെത്തിയിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരുമില്ല, നീയാണ് എന്റെ സകല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ലോകത്തെല്ലാവരും എതിരായാലും ലബ്ബൈക ലാ ശരീക ലക്, നീ എന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ എന്റെ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാകുമെന്ന വിശ്വാസം എനിക്കുണ്ട് എന്ന് ഞാൻ അവിടെ പോയി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഫ്ലൈറ്റ് ഉടനെ തന്നെ എന്തോ ടെക്നിക്കൽ എറർ കാരണം ഫ്ലൈറ്റ് വീണ്ടും രണ്ടാമത് ആദ്യം പൊങ്ങിയ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യേണ്ടി വന്നു. റൺവേ വിട്ട് കിടക്കുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് വീണ്ടും നിർത്തി. ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ അരമണിക്കൂർ കൊണ്ട് പരിഹരിച്ച് വീണ്ടും ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് റൺവേയും കഴിഞ്ഞ് ആകാശത്തിലേക്ക് പൊങ്ങി തുടങ്ങി. അരമണിക്കൂർ പറന്നതിന് ശേഷം വീണ്ടും എന്തോ പ്രശ്നമായി ഈ ഫ്ലൈറ്റ് വീണ്ടും എയർപോർട്ടിലേക്ക് തിരിച്ച് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഇറക്കേണ്ടതുണ്ട്. ആ രണ്ടാമത്തെ ഇറക്കലിൽ ആ ഫ്ലൈറ്റിന്റെ പൈലറ്റ് ഇങ്ങനെ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞു. അദ്ദേഹം അവസാനം വാശി പിടിച്ചു, ആ മനുഷ്യൻ ഇതിൽ കയറാതെ ഞാൻ ഈ ഫ്ലൈറ്റിൽ എടുക്കുകയില്ല, പറക്കുകയില്ല എന്ന് വാശി പിടിച്ചതിന്റെ പേരിൽ ആ മനുഷ്യനെ ആ ഫ്ലൈറ്റിലേക്ക് കയറ്റി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറമിന്റെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ അതിഥിയായി ആ മനുഷ്യനെ കൊണ്ടിറക്കി. ഈ വാർത്ത നമ്മളൊക്കെ കഴിഞ്ഞ വർഷത്തിൽ കേട്ടതാണ്. അതുകൊണ്ട് നമ്മളുടെ കയ്യിൽ കുറെ സമ്പത്തുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം ലഭിക്കുകയില്ല. അല്ലാഹു തആല അതിഥിയായിട്ട് നമ്മളെ വിളിക്കണം. അള്ളാഹുവാണ് ആതിഥേയൻ, നമ്മൾ അള്ളാഹുവിന്റെ അതിഥികളാണ്. നമ്മൾ അതിഥികളായി ഏതെങ്കിലുമൊക്കെ മാന്യന്മാരായ ആതിഥേയന്മാരുടെ അടുക്കലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പം വലിയ സമ്മാനങ്ങൾ തന്നവർ വിടും. അല്ലാഹു തആല അള്ളാഹുവിന്റെ അതിഥികളായി ഹജ്ജിനു വേണ്ടി പരിശുദ്ധമായ കഅബയിലേക്ക് പോകുന്ന തന്റെ അതിഥികൾക്ക് അവര് തിരിച്ചു മടങ്ങുമ്പോൾ കൊടുക്കുന്ന സമ്മാനം, മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരമുള്ള, മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള അർഹമായ സമ്മാനം അല്ലാഹു തആല കൊടുത്തിട്ടുള്ളൂ. എന്താ നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും ആവശ്യവും എന്താണ്? നമ്മളുടെ മുമ്പിലുള്ള പ്രതിസന്ധികളല്ല, നമ്മളെക്കാൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരെ നമുക്ക് കാണാം. നമ്മളുടെ മരണം പോലുമല്ല പ്രശ്നം, മരണത്തിന് ശേഷമുള്ള പുനർജന്മവുമല്ല പ്രശ്നം. നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഭൂമിയിലേക്ക് മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അഭിമുഖീകരിക്കേണ്ട ഏറ്റവും വലിയ പ്രശ്നം, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പ്രായപൂർത്തിയായ അന്നത്തെ ദിവസം മുതൽ നമ്മൾ ചെയ്ത സകല പ്രവൃത്തികൾക്കും വിചാരണയ്ക്ക് വേണ്ടി നിന്ന് അത് ബോധിപ്പിക്കേണ്ടി വരും. നമ്മൾ ചെയ്ത സകല തെറ്റുകളും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ആ തെറ്റുകൾക്ക് മുഴുവൻ പരിഹാരം അള്ളാഹുവിന്റെ മുമ്പിൽ കാണേണ്ടി വരും. ആ നൃത്തമാണ് ഞാനും നിങ്ങളും എന്നല്ല, ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച സകലരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടാണ് പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ടു എന്ന് ഖുർആൻ പറഞ്ഞിട്ടും അള്ളാഹുവിന്റെ റസൂൽ നമസ്കാരത്തിൽ അധികമായി അള്ളാഹുവേ നിന്റെ വിചാരണയിൽ നിന്ന് നീ എന്നെ കാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. അല്ലാഹു തആല ഹജ്ജിന് വേണ്ടി അതിഥികളായി വിളിച്ച് അവിടെ കൊണ്ടുപോകുന്ന തന്റെ അതിഥികൾക്ക് മാന്യനായ ആതിഥേയൻ തിരിച്ചു വരുമ്പോ സമ്മാനമായി കൊടുത്തു വിടുന്നത് ഹജ്ജിന്റെ എല്ലാ അതിഥികൾ പാലിക്കേണ്ട എല്ലാ മര്യാദകളും പാലിച്ചാണ് ഹജ്ജ് ചെയ്യുന്നതെങ്കിൽ റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച ദിവസത്തെ പോലെ അവൻ മടങ്ങും. ഉമ്മ പ്രസവിച്ച ദിവസം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പാപം കാണുകയില്ല. ഉമ്മ പ്രസവിച്ച ദിവസത്തിലെ കുട്ടി അന്ന് മരണപ്പെട്ടാൽ, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് എപ്പോ മരണപ്പെട്ടാലും ഒരു പാപവും ഒരു വിചാരണയും ഒരു ശിക്ഷയും ഇല്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും. അള്ളാഹുവിന്റെ മുമ്പിൽ 60 70 വയസ്സിൽ ഹജ്ജിന് പോകുന്ന ഒരു ഹാജി അതിന്റെ മര്യാദകൾ മുഴുവൻ പാലിച്ച് മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ ആ 70 വർഷത്തിന്റെ ഇടയിൽ അവൻ ചെയ്ത ചെറുതും വലുതുമായ സകലമാന പാപങ്ങളും, ഓർമ്മയുള്ളതും അറിഞ്ഞതും അറിയാത്തതുമായ സകലമാന പാപങ്ങളും മായ്ക്കപ്പെട്ട് നാളെ ഈ ദിവസങ്ങളുടെ ഈ ആയുസിന്റെ വിചാരണയ്ക്ക് നിൽക്കേണ്ടി വരാത്ത രീതിയിൽ ഉമ്മ പ്രസവിച്ച ദിവസത്തെ കുഞ്ഞിനെ പോലെ പരിശുദ്ധനായി അല്ലാഹു തആല മടക്കും. അതുകൊണ്ടാണ് ലളിതങ്ങളുടെ പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ വാഖിയതൻ കവാഖിയതിൽ വലൂദ്, അല്ലാഹുവേ പ്രസവിക്കപ്പെട്ട കുട്ടികളെ നിനക്ക് ഇഷ്ടമാണല്ലോ, ആ കുട്ടികൾക്ക് നീ കൊടുക്കുന്ന പരിഗണന ഞങ്ങൾക്കും നീ തരണമേ എന്ന് ലളിതങ്ങൾ നിരന്തരം ദുആ ചെയ്യുന്നു.
ഏറ്റവും മാന്യമായ ആതിഥേയൻ അതിഥികൾക്ക് സമ്മാനം കൊടുത്തുവിടും. അതിഥികൾ മര്യാദകൾ പാലിച്ച് ഹജ്ജ് ചെയ്ത് മഖ്ബൂലായി മബ്റൂറായി തിരിച്ചു മടങ്ങിയാൽ എന്താണ് ആ അതിഥിയായി പോകുന്ന ആളിന്റെ സാഹചര്യം, മര്യാദകൾ എന്തായിരിക്കണം? നമ്മൾ പല സ്ഥലങ്ങളിലും അതിഥിയായി പോകാറുണ്ട്. ഓരോ സ്ഥലത്തും പോകുന്നതിന്റെ മര്യാദകളൊക്കെ നമുക്കറിയാം. പള്ളിയിൽ പോകുമ്പോൾ എങ്ങനെ പാലിക്കണം, എന്ത് പാലിക്കണം? മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് പോകുന്നതെങ്കിൽ എന്ത് പ്രോട്ടോകോൾ പാലിക്കണം? ഇന്ത്യൻ പ്രസിഡന്റിന്റെ അതിഥിയാണെങ്കിൽ എന്ത് പ്രോട്ടോകോൾ പാലിക്കണം? ഇതിനൊക്കെ ഓരോ മര്യാദകൾ, ഡ്രസ് കോഡ് പോലും ഇതിനൊക്കെ പ്രത്യേകം നിശ്ചയിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ എന്ത് മര്യാദയാണ് പാലിക്കേണ്ടത്? ഹജ്ജിന്റെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പോയി ചെയ്യേണ്ട അമലുകളും തവാഫും ഇടയ്ക്ക് ചെല്ലാനും പാടുള്ളതും പാടില്ലാത്തതുമായിട്ടൊക്കെയുള്ള നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹജ്ജ് നോക്കിയാൽ കാണാം. നബിതങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു മടങ്ങി വരുന്നത് വരെയും അവിടുത്തെ ഓരോ വാക്കുകളിലും ഓരോ പ്രാർത്ഥനകളിലും ഓരോ പ്രവൃത്തികളിലും കാണാൻ പറ്റുന്ന ഒന്നുണ്ടായിരുന്നു. അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമല്ലാത്ത, മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അണുമണി തൂക്കം, കടുകുമണിയുടെ തൂക്കമെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് ആട്ടി പുറത്താക്കും എന്ന് പറഞ്ഞ അഹങ്കാരം മുഴുവൻ എടുത്തു മാറ്റിവെച്ച് ഞാൻ ഏറ്റവും നിന്ദനായ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ബോധ്യത്തിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകണം. നമ്മൾ കേട്ടിട്ടുണ്ട്, ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. വായ കൊണ്ടുള്ള പാപങ്ങൾ, സാമ്പത്തികമായ പാപങ്ങൾ, ഇങ്ങനത്തെ ഒരു പാപങ്ങളും ഹജ്ജിന് പാടില്ലാന്ന്. ഈ പാപങ്ങൾ മുഴുവൻ നാവുകൊണ്ട് നമ്മൾ പറയുന്ന സകലമായ പ്രവൃത്തികളും കൈകൊണ്ട് ചെയ്തു കൂട്ടുന്ന സകലമായ പ്രവൃത്തികളുടെയും പിന്നിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോലും സമ്മതിക്കാത്ത ഒരു ഈഗോ, ഒരു അഹങ്കാരം, അവനേക്കാൾ കേമൻ ഞാനാണ് എന്നൊരു തോന്നൽ എന്റെയും നിങ്ങളുടെയും ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് സകലമായ പാപങ്ങളും വരുന്നത്. ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ജബ്ബാരിൻ ജഅ്വരിയ്യിൻ. അല്ലാഹുവിന് അങ്ങനത്തെ അഹങ്കാരം മനസ്സിലുള്ള മുഴുവൻ മനുഷ്യരോടും വെറുപ്പാണ്, കോപമാണ്, ദേഷ്യമാണ്. ആ അഹങ്കാരം മനസ്സിൽ വെച്ച്, അതുകൊണ്ടാണ് ഹജ്ജിന് പോകുന്ന സമയത്ത് ഒരാൾക്ക് ഹജ്ജിന് പോകാൻ അവസരം കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാൾ അതിഥിയായിട്ട് നമ്മളെ വിളിച്ചാൽ നമുക്ക് എന്ത് സന്തോഷമായിരിക്കും. ആ സന്തോഷത്തിലെല്ലാം മറക്കും. അതുകൊണ്ട് പറഞ്ഞു, ഹജ്ജിന് പോകുമ്പോൾ ആ യാത്രയ്ക്ക് സാധനം വാങ്ങാൻ പോകുമ്പോൾ വിലപേശാൻ പോലും പാടില്ല. സാധാരണ പിശുക്കി ചെലവാക്കുന്നവര് കല്യാണം വന്നു കഴിഞ്ഞാല് കാശൊന്നും നോക്കൂല, ബന്ധുക്കൾ എല്ലാവരും പോയി ഡ്രസ് എടുക്കും, ലക്ഷങ്ങളായാലും കാർഡ് അടിച്ചിട്ട് വീട്ടിൽ പോകും. അല്ലാതെ ഒരു തോർത്ത് വാങ്ങിയാൽ 15 പ്രാവശ്യം ബില്ല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കുന്നവൻ കല്യാണം പോലത്തെ സന്തോഷം വരുമ്പോ കാശ് ചെലവാക്കും. തന്റെ സൃഷ്ടാവ് അതിഥിയായിട്ട് വിളിച്ചിരിക്കുകയാണ്. 10 രൂപ കുറയ്ക്കുന്നതിന് വേണ്ടി വിലവേശി നിൽക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ ഈ തുണി കൊണ്ടുപോകാനുള്ള ലഗേജിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. ഞാൻ കണ്ടുമുട്ടാൻ പോകുന്ന, ഞാൻ അതിഥിയായി പോകുന്ന എന്റെ റബ്ബായ ആതിഥേയന്റെ മുമ്പിലേക്ക് പോകുന്ന സന്തോഷത്തിലാണ് എന്ന ചിന്തയിൽ വിലവേശാൻ പോലും പാടില്ല. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് യാത്ര പോകുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ല വാഹനത്തിൽ പോകും, ഇല്ലെങ്കിൽ റെന്റിനെങ്കിലും എടുത്തിട്ട് പോകും. വലിയ പരിഗണന ഒന്നും ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പോകുന്ന വാഹനത്തിൽ ഇട്ടടിച്ചായാലും കൂട്ടത്തിൽ കയറിയായാലും പോകും. അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ മനസ്സിലുണ്ടാകേണ്ട സന്തോഷം ഫിഖ്ഹിന്റെ കിതാബിൽ കാണാം. 2 ആളുകൾ ഒരു കുതിരയിൽ, ഒരു കഴുതയിൽ, ഒരു ഒട്ടകപ്പുറത്ത് പോകുന്നതിനേക്കാൾ നല്ലത് ഒരാൾക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒരു ഒട്ടകം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതാണ് തന്റെ സന്തോഷം, അള്ളാഹുവിന്റെ അതിഥിയായതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കാനുള്ള മാർഗം. ഈ പോകുമ്പോ എന്ത് വസ്ത്രം ധരിക്കണം? മുഴുവൻ മനുഷ്യരും, സൗദി അറേബ്യയുടെ ഭരണാധികാരി ഈ വർഷത്തെ ഹജ്ജിന് വന്നാലും 2 വെള്ള വസ്ത്രം മാത്രം, 2 വെള്ള വസ്ത്രം മാത്രം. അതിനപ്പുറം ഇടാൻ ആർക്കും അനുവാദമില്ല. ആ മണ്ണിലേക്ക് കയറിയാൽ അള്ളാഹുവിന്റെ മുമ്പിൽ സകല മനുഷ്യരും തുല്യരാണ്. ഒരാൾക്കും ഒരാളെക്കാൾ മികവില്ല എന്ന് അള്ളാഹു തആല പഠിപ്പിക്കുകയാണ് ജീവിതത്തിൽ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജബലത്ത് ബിൻ ഐഹം എന്ന് പറയുന്ന ക്രൈസ്തവ അറബികളുടെ ഭരണാധികാരി രാജാവ് ഇസ്ലാം സ്വീകരിക്കുകയും ഉമർ റളിയല്ലാഹു അൻഹുവിനെ വന്ന് കാണുകയും അദ്ദേഹത്തോടൊപ്പം രാജാവ് തന്റെ പരിവാരങ്ങളും പട്ടാളക്കാരുമായി ഹജ്ജിനോ ഉംറയ്ക്ക് വേണ്ടി മക്കയിലേക്ക് വരികയും ചെയ്തു. രാജാവ് ഉംറ ചെയ്യുന്നതിന്റെ ഇടയിൽ അയാളുടെ
മുണ്ടിൽ പിറകിൽ നടന്നു വന്ന അവിടെ ഉണ്ടായിരുന്ന അടിമയായ ഒരു മനുഷ്യൻ കയറി ചവിട്ടി. രാജാവായ ജബലത്ത് ബിൻ ഐഹം ഇസ്ലാം സ്വീകരിച്ച ആളാണ്. തിരിഞ്ഞൊരൊറ്റ അടി കൊടുത്തു ഈ അടിമയ്ക്ക്. അടിമ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, ജബലത്ത് ബിൻ ഐഹമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇയാള് പൊരുത്തപ്പെട്ടില്ലെങ്കിൽ നീ ഇയാളെ അടിച്ചത് നീ ഇവനേക്കാൾ കേമനാണ് എന്ന ബോധ്യത്തിലാണ്. ഇയാൾ മാപ്പാക്കിയില്ല എങ്കിൽ തിരിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അടികൊണ്ട അടിമ രാജാവായ നിങ്ങളെ അടിക്കും. അയാൾക്ക് അത്ഭുതമായി. അദ്ദേഹം ചോദിച്ചു, ഈ തെമ്മാടിക്ക് വേണ്ടി, ഈ ചന്തക്കാരന് വേണ്ടി, ഈ ഊരും പേരും ഇല്ലാത്തവന് വേണ്ടി ഒരു നാടിന്റെ രാജാവായ എന്നിൽ നിന്ന് പ്രതികാര നടപടി സ്വീകരിക്കുകയോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖദ് സവ്വൽ ഇസ്ലാമു ബൈനക വബൈന ഹാദിഹി സൂഖ. നീ മുസ്ലിമായി ഇവിടെ ഹജ്ജ് ഉംറ ചെയ്യാനാ വന്നത്. നിന്റെ മനസ്സിൽ ആദ്യം ഉണ്ടാകേണ്ട ഒരു കാര്യമുണ്ട്, നീയും നീ നാവ് കൊണ്ട് പറഞ്ഞ ഊരും പേരും ഇല്ലാത്ത ഇവനും തുല്യനാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. ജബലത്ത് ബിൻ ഐഹം പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ. രാത്രിയിൽ തന്നെ 10,000-ഓളം തന്റെ സൈന്യവുമായി ഒളിച്ച് രഹസ്യമായി നാടുവിട്ടു. അന്നത്തെ ബൈസന്റൈൻ റോമിലേക്ക് പോയി ഇസ്ലാമിൽ നിന്ന് വീണ്ടും മുർത്തത്തായി ക്രൈസ്തവ വിശ്വാസിയായി മാറി ജബലത്ത് ബിൻ ഐഹം. ഒരു അടിമ, ഊരും പേരും ഇല്ലാത്ത ഒരാളുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ പേരിൽ ഒരു രാജാവിനെയും അയാളുടെ സൈന്യത്തെയും അയാളുടെ രാജാവും ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നേനെ. അങ്ങനെ ഒരു അടിമയ്ക്ക് കിട്ടാനുള്ള നീതി കണ്ണടച്ചിട്ട് അങ്ങനെ ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാം വളരേണ്ട കാര്യമില്ല. അപ്പോഴാണ് ഇവിടെ 100 കോടി 10 കോടിയൊക്കെ ഓഫർ ചെയ്തത് വെറുതെ ഊരും പേരും ഇല്ലാതെ ആളുകൾ പറയുന്നത്. മഹാനായ അബൂ മസ്ഊദ് ബദരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ജോലിക്കാരനായ ഒരു അടിമയുണ്ടായിരുന്നു. അദ്ദേഹം എന്തോ പ്രശ്നത്തിന്റെ പേരിൽ അടിമയെ അടിച്ചു. ആ സെക്കൻഡിൽ തന്നെ പിന്നിൽ നിന്നൊരു വലിയ ശബ്ദം, ഇഅലം യാ അബാ മസ്ഊദ്, അല്ലയോ അബൂ മസ്ഊദ് നീ ഓർക്കണം. അദ്ദേഹം ഫൽതഫത, പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ ഫഇദാ ഹുവ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ലല്ലാഹു അഖ്ദറു അലൈക മിൻക അലൈ. നീ അവൻ നിസാരക്കാരനാണ്, അവന് നിന്നെ പോലെ സമ്പത്തില്ല, ആരോഗ്യമില്ല, നാട്ടിൽ വിലയില്ല, ചോദിക്കാൻ ആളില്ല എന്നതിന്റെ പേരിലല്ലേ നീ അവനോട് ധൈര്യം കാണിച്ച് നീ അവനെ അടിച്ചത്? ഈ മണ്ണിൽ വെച്ച് ലല്ലാഹു അഖ്ദറു അലൈക മിൻക അലൈ, നിനക്ക് അവന്റെ മേലുള്ള കഴിവിനേക്കാൾ നിന്റെ മേൽ കഴിവുള്ള അല്ലാഹു മുകളിലുണ്ട് എന്ന് നീ ഓർക്കണം. അദ്ദേഹം ആ സന്ദർഭത്തിൽ തന്നെ ആ അടിമയുടെ അടുക്കൽ മാപ്പ് ചോദിച്ചു, അൻത ഹുർറുൻ ബിവജ്ഹില്ലാഹ്. അപ്പൊ മുഴുവൻ അഹങ്കാരവും എടുത്തു മാറ്റി വെച്ചിട്ട് പോകണം. മുഴുവൻ മനുഷ്യരും ഒന്നാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. നോക്ക്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാലേ അറഫയാണ്. എന്താണ് അറഫയിലെ അവസ്ഥ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫയിൽ എങ്ങനെ നിന്നു എന്ന് സഹാബാക്കൾ പറയുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഒട്ടകത്തിന്റെ പുറത്തിരുന്ന് മഹ്ശറയിൽ നമ്മളെല്ലാവരും മുഴുവൻ ആളുകളും അവരുടെ യാതൊരുവിധ സംവിധാനങ്ങളും സമ്പാദ്യത്തിന്റെ ചിഹ്നങ്ങളും ഇല്ലാതെ ഒറ്റ രൂപത്തിൽ ഒരു മൈതാനത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കും. നബി തങ്ങൾ തങ്ങളുടെ ഒട്ടക പുറത്തിരുന്ന് 2 കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി ഒരു യാചകനെ പോലെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവസാനം ഒട്ടകത്തിന് നിൽക്കാൻ സാധിക്കാതെ ഒട്ടകം ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു. നബി തങ്ങൾ ഒരു കൈ കൊണ്ട് ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ച് നേരെ ആക്കുമ്പോഴും ഒരു കൈ ആകാശത്തിലേക്ക് ഉയർത്തി അള്ളാഹുവിന്റെ മുമ്പിൽ യാചിക്കാൻ വന്ന വിനയമുള്ള യാചകനെ പോലെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്തു റസൂലല്ലാഹി യദ്ഉ ഫിൽ അറഫ വകാന യദ്ഉ. നബി തങ്ങൾ അറഫയിൽ ദുആ ചെയ്തിരുന്നു. തങ്ങളുടെ കൈകൾ നെഞ്ചിന്റെ മേൽ നീണ്ടു പൊങ്ങി നിന്നിരുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു യാചകൻ യാചിക്കാൻ വരുന്ന സന്ദർഭത്തിൽ ആരോടാണോ യാചിക്കുന്നത് അയാളുടെ മുമ്പിൽ കൈ നീട്ടുന്നത് പോലെ അറഫയിലെ മുഴുവൻ സമയവും നബി തങ്ങൾ അങ്ങനെ തന്നെ നിന്നു. എന്താ എന്നിട്ട് പറഞ്ഞ വാക്കുകൾ ഹദീസിൽ കാണാം. അല്ലാഹുമ്മ ഇന്നക തസ്മഉ കലാമി വതറാ മകാനി വതഅലമു സിദ്ദി വഅലാനിയതി വലാ യഖ്ഫാ അലൈക ശൈഉൻ മിൻ അംരി വഅനൽ ബാഇസുൽ ഫഖീർ അൽ മുശ്ഫിഖുൽ മുഖിറുൽ അൽ വജിലുൽ മുശ്ഫിഖുൽ മുഖിറുൽ മുഅ്തരിഫു ബിദംബി أسألك مسألة المسكين وابتهل إليك ابتهال المذنب الدليل وأدعوك دعاء الخائف الضرير. ആ ദുആയിൽ മുഴുവൻ പറയുകയാണ്, അല്ലാഹുവേ എന്റെ എല്ലാ വാക്കുകളും എന്റെ എല്ലാ പ്രവൃത്തികളും നിനക്കറിയാം. നിന്നെ മറച്ച് ഈ മുഹമ്മദിന് ഒരു രഹസ്യം പോലും സൂക്ഷിക്കാൻ അറിയുകയില്ല.
എന്റെ ഉള്ളും പുറവും ഒക്കെ നിനക്കറിയുമല്ലോ അല്ലാ. നിന്റെ മുമ്പിൽ എന്റെ ബലഹീനത, എന്റെ നിസാരത, എന്റെ നിന്ദ്യത, എന്റെ തെറ്റുകൾ, എന്റെ അതിക്രമങ്ങൾ സകലതും ഞാൻ സമ്മതിക്കുന്നു. പേടിച്ച് വരണ്ട് നിന്റെ മുമ്പിൽ കൈനീട്ടാൻ വന്നതാണ്. ഒരു യാചകൻ ആളുകളുടെ മുമ്പിലേക്ക് പോയി ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടി യാചിക്കുന്നത് പോലെ ഈ മുഹമ്മദ് നിന്റെ മുമ്പിൽ യാചിക്കുകയാണ്. തല ഉയർത്തി നോക്കാൻ സാധിക്കാത്ത അത്രയും ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ അതിന്റെ കുറ്റബോധത്തിന്റെ പേരിൽ തല പോലും ഉയർത്താൻ സാധിക്കാതെ നിന്റെ മുമ്പിൽ ചോദിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എന്റെ തല ഇതാ നിന്റെ മുമ്പിൽ ഞാൻ കുനിക്കുന്നു, എന്റെ ശരീരം നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു, എന്റെ മൂക്ക് ഞാൻ ഇതാ ഈ മണ്ണിൽ കുത്തുന്നു. എനിക്കൊരു ഹെഡ് വെയിറ്റും ഇല്ല, എന്റെ സകലമായ ഹെഡ് വെയിറ്റുകളും ഞാൻ ഇതാ ഇവിടെ ഇറക്കി വെച്ച് നിസാരനായ നിന്റെ അടിമയായി, നിന്റെ അതിഥിയായി, നിന്റെ വീട്ടിലേക്ക് എന്റെ മരണം നന്നാകുന്നതിന് വേണ്ടി നിന്റെ ഔദാര്യം ചോദിക്കാൻ ഞാൻ ഇതാ വന്നിരിക്കുകയാണ് എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറഫ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് 10ന്റെ അന്ന് ജംറയിൽ എറിയാൻ പോകുന്നു. ആദ്യത്തെ ജംറയിൽ എറിഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടത്തിൽ പോയി. നബി തങ്ങൾ 1ാമത്തെ ജംറയിൽ എറിഞ്ഞിട്ട് ദുആ ചെയ്തുകൊണ്ടേ ഇരുന്നു, കൈ ഉയർത്തി. എത്ര നേരം ദുആ ചെയ്തു? സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും മുഴുവൻ ഓതിത്തീരുന്ന സമയം. നമ്മളുടെ പള്ളിയിലെ റമദാനില് 4 ദിവസം തറാവീഹ് നമസ്കാരത്തിൽ ഓതിത്തീരുന്ന അത്രയുമാണ് ഈ സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും. 4 ദിവസം നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്ന അത്രയും നേരം ഒരു ജംറയിൽ എറിഞ്ഞിട്ട് നബി തങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരുന്നു. 2ാമത്തെ ജംറയിലും എറിഞ്ഞു, അവിടെയും അത്രയും സമയം തന്നെ ദുആ ചെയ്തുകൊണ്ടിരുന്നു. 3ാമത്തെ ജംറയിൽ എറിഞ്ഞിട്ട് തങ്ങൾ ദുആ ചെയ്യാതെ തിരിച്ചുപോയി. ഈ ദുആയിൽ മുഴുവൻ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ നിസാരനാണ്, അല്ലാഹുവേ ഞാൻ എന്റെ സകല അഹങ്കാരങ്ങളെയും ഇതാ കഴുകിക്കളയുന്നു, വിനയാന്വിതനായി നീ മാത്രമാണ് വലിയവൻ, നിന്റെ ഔദാര്യത്തിലാണ് എന്റെ സകല കഴിവും യോഗ്യതയും മിടുക്കും സമ്പത്തും സാമർഥ്യവും ബലവും ശക്തിയും അധികാരവും ബിസിനസ്സും സകലതും നീ തന്നതിന്റെ പേരിൽ മാത്രമാണ് എനിക്ക് ലഭിച്ചത്. ബാക്കി എല്ലാ മനുഷ്യർക്കും നീ നൽകിയിരുന്നെങ്കിൽ ഞാൻ ഒരാളെക്കാളും കേമനാകുമായിരുന്നില്ല അല്ലാഹുവേ. അതുകൊണ്ട് എന്റെ സകല കേമത്തരങ്ങളെയും ഞാൻ ഇതാ പണയം വെച്ചിട്ട് നിന്റെ അതിഥിയായിട്ട് വരുന്നു എന്ന ചിന്തയോടുകൂടിയാണ് ഒരു ഹാജി അല്ലാഹുവിന്റെ അതിഥിയായിട്ട് പോകേണ്ടത്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ നാടുകളിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പോകുന്ന മുഴുവൻ ആളുകളുടെയും ഹജ്ജിനെ മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാകട്ടെ.